നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. നമസ്കാരം പ്രിയമുള്ളവരെ. ഭഗവാൻ വേദവ്യാസൻ രചിച്ച മഹാഭാരതത്തെ ആസ്പദമാക്കിയുള്ള നമ്മുടെ പഠനമാണ് പുരോഗമിക്കുന്നത്. മഹാഭാരതത്തിൻ്റെ ഉള്ളിൽ ഭീഷ്മപർവത്തിൽ അദ്ദേഹം ഭഗവത്ഗീത രചിച്ചിട്ടുണ്ട്. ഭഗവത്ഗീതയാണ് ആദ്യമായി അദ്ദേഹം ഹൃദയത്തിൽ സങ്കല്പിച്ചത്. തുടർന്ന് അതിലെ ആശയങ്ങളെല്ലാം വിപുലീകരിച്ചുകൊണ്ട് ദൃശ്യമാക്കിക്കൊണ്ട് കഥാപാത്രങ്ങളെയും കഥാസന്ദർഭങ്ങളെയും അദ്ദേഹം നിർമ്മിച്ചു. അപ്പോൾ ഭഗവത്ഗീതയിൽ നിന്ന് മഹാഭാരതം എന്നുള്ളതായ ഇതിഹാസകാവ്യമുണ്ടായി. ഈ സംപ്രേഷണം എല്ലായിടവും എത്തുന്നു എന്നതിൻ്റെ സൂചനയുമായിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റുകൾ പ്രകടമായി തുടങ്ങി. ക്ലാസ് ഉടനെ തന്നെ ആരംഭിക്കുകയായി. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ആദ്യമേ തന്നെ എൻ്റെ സർവസങ്കല്പങ്ങളും ഭാരതീയ ആചാര്യപരമ്പരയുടെ പാദപങ്കജങ്ങളിലും വാഗ്ദേവതയും ശക്തിസ്വരൂപിണിയുമായ അമ്മയുടെ പാദപത്മങ്ങളിലും എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളിലും എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സജ്ജനങ്ങളുടെയും മഹാഗുരുവിൻ്റെ പാദപത്മങ്ങളിലും ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിലും പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളട്ടെ. ഗീതയിലെ ദൈവാസുര സമ്പദ് വിഭാഗയോഗമാണ് നമ്മുടെ കുറേ നാളായുള്ള ചർച്ചയുടെ വിഷയം. ദൈവീ സമ്പത്തിനെ വ്യാസഭഗവാൻ ഭംഗിയായി അതിനകത്ത് വിശദീകരിച്ചു തന്നിരിക്കുന്നു. അതേപോലെ തന്നെ ആസുരീ സമ്പത്തിനെയും. ഈ രണ്ട് സമ്പത്തുകളും സമസ്ത ജീവരാശിക്കുള്ളിലുമുണ്ട്. ഓരോ വ്യക്തിയിലും അവയിൽ ഏതെങ്കിലും ഒന്നിന് കൂടുതൽ പ്രാധാന്യം കാണും. അതേപോലെ ഒന്നിന് പ്രാധാന്യം വരുമ്പോൾ മറ്റേത് ഇല്ല എന്ന് കരുതണ്ട. അതുമുണ്ടാകും. പക്ഷേ അത് പ്രാധാന്യം കുറവായി അപ്രധാനമായി ഒതുങ്ങി നിൽക്കുന്നുണ്ടാകും. വ്യാസഭഗവാനും ഭാരതീയ വേദാന്തവും നമ്മയെല്ലാം നിരന്തരം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഉള്ളിലുള്ളതായ ദൈവീ സമ്പത്തിനെ തിരിച്ചറിഞ്ഞിട്ട് അതിനെ യഥായോഗ്യം വളർത്തി വികസിപ്പിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഫലമായിട്ട് ഹൃദയം സാത്വികഭാവപൂർണമാകും. അവിടെ പരമപ്രകാശം ബ്രഹ്മസ്വരൂപം തെളിഞ്ഞു വരികയും ചെയ്യും. ജീവരാശിയുടെ ഉദ്ഗതിക്കുള്ളതായ മാർഗം അതാണ്. അതിനു വേണ്ടിയിട്ട് ദൈവീ സമ്പത്തിനെ നാം അറിയണം. അഭയം സത്വസംശുദ്ധി ജ്ഞാനയോഗ വ്യവസ്ഥിതി ദാനം ദമശ്ച യജ്ഞശ്ച സ്വാധ്യായ സ്തപ ആർജവം എന്നിങ്ങനെ ദൈവീ സമ്പത്തിനെ ആദ്യമേ തന്നെ വ്യാസഭഗവാൻ വിശദീകരിച്ച് കേൾപ്പിക്കുന്നുണ്ട്. അവയിൽ യജ്ഞം എന്നുള്ളതായ ദൈവീ സമ്പത്തിനെ നാം മഹാഭാരത കഥയിലൂടെ നേരിട്ട് പഠിക്കുകയായിരുന്നു. നമ്മുടെ
സ്വധർമ്മത്തെ ലോകനന്മയ്ക്ക് വേണ്ടിയിട്ട് നാം എപ്പോഴാണോ വിനിയോഗിക്കുന്നത്, അപ്പോൾ നമ്മുടെ ധർമാചരണം, കർമാചരണം അത് മഹായജ്ഞമായി മാറുന്നു. ഈ കാണായതായ പ്രപഞ്ചം പരമാത്മാവാണ്. ഭഗവാന്റെ വിശ്വരൂപത്തെ നമ്മൾ നേരത്തെ നമ്മുടെ ഈ ഗീതാഭാരത ചർച്ചയിൽ തന്നെ കണ്ടിട്ടുണ്ട്. അങ്ങനെ പ്രപഞ്ചരൂപിയായി നിൽക്കുന്ന ആ ഭഗവാനെ സേവിക്കുകയാണ് ജീവിതത്തിൻ്റെ ധർമ്മം എന്ന് അറിഞ്ഞുകൊണ്ട് താൻ ചെയ്യേണ്ടതായ കർത്തവ്യങ്ങൾ മുഴുവൻ ഭഗവാന്റെ പാദങ്ങളിൽ സേവനമായി സമർപ്പിക്കുമ്പോൾ ആ പ്രവൃത്തികളെല്ലാം തന്നെ യജ്ഞമായി മാറുന്നു. ആ ചിന്തകളെല്ലാം തന്നെ യജ്ഞമായി മാറുന്നു. ആ വികാരങ്ങളെല്ലാം തന്നെ യജ്ഞമായി മാറുന്നു. ആ പ്രാണചലനങ്ങളെല്ലാം തന്നെ യജ്ഞമായി മാറുന്നു. അങ്ങനെ തൻ്റെ ജീവിതത്തെ യജ്ഞമയമാക്കി തീർത്ത ഭീഷ്മൻ്റെ കഥയാണ് നമ്മൾ യജ്ഞം എന്നുള്ളതായി ദേവീ സമ്പത്തിൻ്റെ ഉദാഹരണമായിട്ട് കഴിഞ്ഞ ദിവസം മുതൽ കാണാൻ തുടങ്ങുന്നത്. ഭീഷ്മൻ്റെ ആദ്യത്തെ പേര് ഗംഗാദത്തൻ എന്നായിരുന്നു. ദേവവ്രതൻ എന്നും പേരുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഭീഷ്മൻ എന്നുള്ളതായ പേരെങ്ങനെ ലഭിച്ചു? അത് ജീവിതത്തെ യജ്ഞമയമാക്കിയതുകൊണ്ട്. ആർക്കും ചെയ്യാൻ കഴിയാത്തതായ ദൃഢനിശ്ചയം, ആർക്കും പ്രഖ്യാപിക്കാൻ കഴിയാത്തതായ അത്യധികം അത്ഭുതകരമായിരിക്കുന്ന വാക്ക് അത് അദ്ദേഹത്തിൽ നിന്നുണ്ടാവുകയും അത് ജീവിതത്തിൽ സമ്പൂർണമായിട്ട് അദ്ദേഹം നിലനിർത്തുകയും അത് ആചരിക്കുകയും അതുകൊണ്ട് തന്നെ ഈ ലോകത്തിന് ഹിതത്തെ ഉളവാക്കുകയും ചെയ്തു. അങ്ങനെയുള്ള യജ്ഞമയമായ ജീവിതത്തെ അതിലെ വിവിധങ്ങളായിട്ടുള്ള സന്ദർഭങ്ങളിലൂടെ നാം കാണുന്നു. ഒന്ന്, അദ്ദേഹത്തിന് ഭീഷ്മൻ എന്ന പേര് ലഭിക്കാൻ കാരണമായ ആ സന്ദർഭം അത് നാം കണ്ടു കഴിഞ്ഞു. ഇനി അത് കേവലം ഒരു നൈമിഷികമായിട്ടുള്ള വികാര പ്രകടനമായിരുന്നില്ല. ഏതൊരു കനത്ത പ്രതിസന്ധിയെയും അഭിമുഖീകരിക്കാനുള്ള കരുത്തോടുകൂടി ആ പ്രതിസന്ധിയുടെ നടുവിലും ആ വ്രതത്തെ, ആ യജ്ഞകർമ്മത്തെ നിലനിർത്തുവാനുള്ള തൻ്റെ ഇടത്തോടുകൂടി ചെയ്ത പ്രഖ്യാപനമാണത് എന്ന് മനസ്സിലാക്കാൻ രണ്ടാമത് ഒരു സന്ദർഭം കൂടി നാം പഠിക്കാൻ തുടങ്ങുകയായിരുന്നു. അതാണ് അംബോപാഖ്യാനം. മഹാഭാരതത്തിലെ ഉദ്യോഗപർവത്തിൽ ആണ് അംബോപാഖ്യാനം കടന്നു വരുന്നത്. അത് 173 അധ്യായം മുതൽ തുടങ്ങി ഉദ്യോഗപർവം അവസാനിക്കുന്നതുവരെ അംബോപാഖ്യാനം തുടരുന്നു. ആ അംബോപാഖ്യാനം ഭീഷ്മൻ ദുര്യോധനന് പറഞ്ഞുകൊടുക്കുന്ന കഥയാണ്. ഭീഷ്മൻ്റെ ജീവിതത്തിലെ വളരെ പ്രമുഖമായിട്ടുള്ളതായ ഒരു സന്ദർഭം. എന്തുകൊണ്ട് അങ്ങ് ശിഖണ്ഡിയോട് യുദ്ധം ചെയ്യുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ മറുപടിയായിട്ടാണ് അദ്ദേഹം അംബോപാഖ്യാനം പറയുന്നത്. ഈ അമ്പ തന്നെ ഭീഷ്മനെ കൊല്ലാൻ വേണ്ടി വീണ്ടും ജനിച്ചതാണ് ശിഖണ്ഡി. ദ്രുപദ രാജകുമാരൻ ദ്രുപദ മഹാരാജാവിൻ്റെ മകളായി പിറന്ന് പിന്നെ മകനായി തീർന്ന ശിഖണ്ഡി. അങ്ങനെ ആ കഥ, അംബയുടെ കഥ അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നു. അതിൻ്റെ പശ്ചാത്തലം ഇങ്ങനെയാണ്. വളരെ ചുരുക്കി അദ്ദേഹം ആ പശ്ചാത്തലം പറയുന്നുണ്ട്. അദ്ദേഹം ആ പ്രതിജ്ഞ ഏതെല്ലാം ഘട്ടത്തിൽ നിർവഹിച്ചു എന്നുള്ളത് ഈ പശ്ചാത്തലം വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. ഭീഷ്മൻ ദുര്യോധനോട് പറയാണ്, മഹാരാജോ മമ പിത ശന്തനൂർ ലോകവിശ്രുത. എൻ്റെ പിതാവായ മഹാരാജാവ് ശന്തനു ഈ പ്രപഞ്ചം മുഴുവൻ തൻ്റെ ശ്രേഷ്ഠമായ കർമ്മങ്ങൾ കൊണ്ട് പ്രസിദ്ധനായി തീർന്ന, എല്ലാവരാലും ആദരിക്കപ്പെടുന്നവനായ രാജ ശന്തനു, അദ്ദേഹം ദൃഷ്ടാന്തമാപ ധർമാത്മാ സമയേ ഭരതർഷഭ. അദ്ദേഹത്തിൻ്റെ ആയുസ് പൂർണ്ണമാകുന്ന അവസരത്തിൽ നിയതിയുടേതായ ആ നിശ്ചയം അത് അദ്ദേഹത്തിന് കൈവന്നു. അങ്ങനെ അദ്ദേഹം ശരീരം വെടിഞ്ഞു. അദ്ദേഹം ദിവ്യലോകങ്ങളിലേക്ക് കടന്നുപോയി. താൻ ചെയ്ത ശ്രേഷ്ഠകർമ്മങ്ങളുടെ ഫലമായിട്ട് സൂക്ഷ്മമായ
സ്വർഗഭൂമികളിലേക്ക് അദ്ദേഹം കടന്നുപോയി. അങ്ങനെ ശന്തനു ശരീരം വെടിഞ്ഞു. പഴയ സമ്പ്രദായമനുസരിച്ചാണെങ്കിൽ ശന്തനുവിന് ശേഷം മൂത്ത മകനായിരിക്കുന്ന ഭീഷ്മൻ രാജാവാകണം. പക്ഷേ ഭീഷ്മൻ നേരത്തെ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടല്ലോ, ശന്തനുവിൻ്റെ രാജ്യം സത്യവതിയുടെ പുത്രനാണ് ലഭിക്കുക എന്ന് മാത്രമല്ല, തനിക്ക് പുത്രന്മാരുണ്ടാവുകയും അവർ ഭാവിയിൽ രാജ്യം ആവശ്യപ്പെടുകയും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് താൻ ആജീവനാന്തം ബ്രഹ്മചര്യം പാലിക്കും എന്ന്. ഈ രണ്ട് വ്രതങ്ങളും ജീവിത യജ്ഞത്തിൽ അദ്ദേഹം എങ്ങനെ പൂർണ്ണമായി നിലനിർത്തിയെന്ന് ഇവിടെ കൂടി നമുക്ക് ഈ സന്ദർഭത്തിൽ കൂടി കാണാം. തതോഹം ഭരതശ്രേഷ്ഠ പ്രതിജ്ഞാം പരിപാലയൻ. അല്ലയോ ഭരതവംശത്തിൽ ആഭരണമായിട്ട്, ഭരതവംശത്തിൽ കീർത്തിക്കപ്പെടുന്നവനായിട്ട് ജനിച്ച അല്ലയോ രാജാവേ, ഞാൻ എൻ്റെ പ്രതിജ്ഞയെ പരിപാലിക്കുന്നവനായിട്ട് ഞാൻ എന്ത് ചെയ്തു? ചിത്രാംഗദം ഭ്രാതരം വൈ മഹാരാജ്യേ അഭിഷേചയം. ശന്തനുവിൻ്റെ രണ്ടാമത്തെ മകനായിരിക്കുന്ന സത്യവതിയുടെ മകനായിരിക്കുന്ന ചിത്രാംഗദനെ ഈ ഭരത രാജവംശത്തിന് അധികാരപ്പെട്ട സിംഹാസനത്തിലിരുത്തി തലമുറകളായിട്ട് കൈമാറി വരുന്നതായ ആ കിരീടം അദ്ദേഹത്തിന് സമർപ്പിച്ചു, അദ്ദേഹത്തെ ധരിപ്പിച്ചു, അദ്ദേഹത്തിൻ്റെ രാജ്യാഭിഷേകം നടത്തി. അങ്ങനെ ചിത്രാംഗദൻ രാജാവായി വാണു. ഇവിടെ അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക്, അത് വളരെ ബോധപൂർവം അദ്ദേഹം പറയുന്നതാണ്. ദുര്യോധനൻ്റെ മനസ്സിൽ കൊള്ളേണ്ടതാണ്, പക്ഷേ കൊണ്ടില്ല. പ്രതിജ്ഞാം പരിപാലയൻ, എൻ്റെ പ്രതിജ്ഞയെ പരിപാലിക്കുന്നവനായിട്ട് ഞാൻ ചിത്രാംഗദനെ അഭിഷേചിച്ചു. അന്ന് ഭീഷ്മന് വേണമെങ്കിൽ സ്വയം രാജ്യം കൈവൽക്കാമായിരുന്നു. ആർക്കും ചോദ്യം ചെയ്യാനാവില്ല, ആരും ചോദ്യം ചെയ്യുകയുമില്ല. ചിത്രാംഗദനും വിചിത്രവീരനും ഭീഷ്മൻ്റെ മുന്നിൽ ഒന്നുമല്ല, തീരെ കൊച്ചു കുട്ടികൾ. അങ്ങനെ ഇരിക്കവേ ഭീഷ്മന് രാജാവാകണമെങ്കിൽ ആകാം. പക്ഷേ അതല്ല ഭീഷ്മൻ ചെയ്തത്. തൻ്റെ പ്രതിജ്ഞയെ പരിപാലിക്കുന്നവനായിട്ട് ചിത്രാംഗദനെ രാജാവായി വാഴിച്ചു. ദുര്യോധനൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് അതിനകത്ത് വ്യംഗ്യമര്യാദയിൽ കിടക്കുന്നു. തനിക്ക് അവകാശപ്പെട്ടതായ രാജ്യമല്ല ഹസ്തിനാപുരം. അതിൽ ദുര്യോധനന് അവകാശമില്ല. അതിൻ്റെ അവകാശി യുധിഷ്ഠിരനാണ്. ആ യുധിഷ്ഠിരന് അവകാശപ്പെട്ട രാജ്യം തനിക്ക് വേണമെന്ന് അയാൾ നിർബന്ധം പിടിച്ചപ്പോൾ ഭീഷ്മാദികളായിരിക്കുന്ന കാരണവന്മാർ ഒരു കലഹം ഒഴിവാക്കാൻ വേണ്ടി രാജ്യത്തെ രണ്ടായി പങ്കുവച്ചു. യുധിഷ്ഠിരൻ ആ ഒരു പങ്കുകൊണ്ട് തൃപ്തിപ്പെട്ടു. എന്നിട്ടും തീർന്നില്ല ദുര്യോധനൻ്റെ കള്ളച്ചൂതിൽ. ദുര്യോധനൻ യുധിഷ്ഠിരൻ്റെ രാജ്യം പിടിച്ചെടുത്തു. അങ്ങനെ തനിക്ക് യാതൊരു അധികാരവുമില്ലാത്ത രാജ്യത്തിൻ്റെ ഭരണാധിപനായിട്ട് അദ്ദേഹം മാറുകയാണ്. അന്ന് പാണ്ഡവന്മാരെ കാട്ടിലയക്കുമ്പോഴേക്കും ദുര്യോധനൻ തന്നെ പറഞ്ഞിരിക്കുന്ന പ്രതിജ്ഞ എന്താണ്? 12 വർഷം കാനനവാസം, 1 വർഷം അജ്ഞാതവാസം. വിജയകരമായിട്ട് അജ്ഞാതവാസം പൂർത്തിയാക്കി കഴിഞ്ഞാൽ രാജ്യം തിരിച്ചു കൊടുക്കും. പക്ഷേ ആ വാക്ക് ദുര്യോധനൻ പാലിച്ചോ? ഇല്ല. ആ വാക്ക് പാലിക്കണം എന്ന് ഋഷിവര്യന്മാരെല്ലാവരും ഉപദേശിച്ചു ദുര്യോധനനെ. സഭയിൽ വെച്ച് ഭഗവാൻ കൃഷ്ണൻ പോലും ഉപദേശിച്ചു, കാരണവന്മാരെല്ലാം ഉപദേശിച്ചു. ആ വാക്ക് പരിപാലിച്ചില്ല ദുര്യോധനൻ. ഭീഷ്മൻ്റെ ഈ സംഭാഷണം ചെന്ന് കൊള്ളുന്നത് അവിടെയാണ്. ഞാൻ എൻ്റെ പ്രതിജ്ഞയെ പരിപാലിക്കുന്നവനായിട്ട് ചിത്രാംഗദനെ രാജാവാക്കി. ആ പ്രതിജ്ഞ കൊണ്ട് മാത്രമാണ് ചിത്രാംഗദന് രാജ്യം കിട്ടുന്നത്. ഇല്ലെങ്കിൽ യഥാർത്ഥ അവകാശി ഭീഷ്മൻ തന്നെയാണ്. മൂത്തമകനാണല്ലോ രാജ്യത്തിൻ്റെ അവകാശം. പക്ഷേ എൻ്റെ വാക്കാണ് എനിക്ക് പ്രധാനം. അതാണ് ജീവിതത്തെ യജ്ഞമയമാക്കുന്ന നിഷ്ഠ.